കേസ് നല്ലൊരു ഞായറാഴ്ച. അതുകൊണ്ട് നമ്മൾ കേരള സൂപ്പർ ലീഗിന്റെ എൽ ക്ലാസിക് കാണാൻ പോകും. ഇതാണ് സിനു ചക്കുട്ടിപ്പറമ്പ്. മലപ്പുറത്ത് ഫുട്ബോളിന്റെ പെൺപടയുടെ ഒരു പോരാളി കൂടിയാണ്. ഇതാണ് ഓളച്ച സുധിയേട്ടൻ. ഒരു നല്ലൊരു വേദിയിലെ കിരീടം വെക്കത്ത് രാജാവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് മക്കളെ നമ്മളെ പൊടിപടല അഗുട്ട് കുടാരത്തിന്റെ ഡ്രൈവർ. മൂപ്പരാണ് 50 ആളും വെച്ച് കണ്ടുള്ള വണ്ടി ആ കുത്തനാണ് കയറ്റം കയറ്റുമ്പോൾ തന്നെ നമ്മളടിയിൽ എന്തൊക്കെയാണ് കയറി വരും. രോമാഞ്ചിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ അതിന് പറയാം. அவங்க നമ്മൾ നിസ്കരിച്ചിട്ട് നമ്മൾ നേരെ കടക്കാൻ പോകുന്നത് നമ്മളെ സ്വന്തം സ്റ്റേഡിയത്തിൽ കയറിയിട്ട് കുറച്ചൊക്കെ പായം പിരിച്ച് അവിടെ ഇരിക്കണം. ആരാ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കോഴിക്കോടിന്റെ ഫാൻസ് ആണ്. ആഫ്റ്റർ ഇത് നമ്മളെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ട് അങ്ങോട്ട് ഒട്ടായി തുടങ്ങിയേക്കാണ് കോഴിക്കോട്ട് വന്നിട്ട്. അതുകൊണ്ട് നമ്മളെ മനസ്സൊക്കെ കണ്ട് മനസ്സ് പഠിച്ച് എന്നുള്ള പുറത്ത് കാണിക്കാൻ പാടില്ല. കാരണം നമ്മളെ ഉഷാറാക്കി കൊടുത്താലാണ് അവിടെ ഗ്രൗണ്ടിൽ കളി വരുള്ളൂ. അത് ഇന്നത്തെ കളി നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഉഷാറാക്കിയതും ഹാഫ് ടൈം ആണ് കയ്യാ നേരത്താണ്ട് ഓരോന്നിട്ട് അതിന്റെ തിളപ്പാണ് നിങ്ങൾ ഇപ്പൊ അതിന്റെ അടുക്ക് പെയ്ത മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര മഴയായിരുന്നു. മഴ വെയിലൊന്നുമില്ലാതെ മലപ്പുറത്തേക്ക് ഫുട്ബോൾ കാണുന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതിനകത്തുള്ള തിളപ്പാണ് നമ്മളെ മനസ്സിനുള്ളിൽ ഫുട്ബോളിനോടുള്ളത്. അത് വേറെ ഏത് ജില്ലക്കാരും മൂട്ടാഞ്ചിലും കാട്ടിയിട്ടും കാര്യം അത് നമ്മൾ അതേ കൊണ്ടായതാണ്. അതായിരിക്കും ഒരു പിന്നെ ഗോൾട്ട് 2 പിന്നെ അടിച്ച്. അതോടെ നമ്മൾ തളർന്നോ നിങ്ങൾ വിചാരിക്കേണ്ട. 3-3 നമ്മൾ അവിടെ സമനിലാക്കേണ്ടി പിടിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും എത്തിനാപ്പ ഈ സമനിലൊക്കെ പിടിച്ച് ഇങ്ങനെ തൊള്ളയും പടയി അടിക്കുന്നത്. നിങ്ങളോട് പറയാൻ മക്കളെ അത് കളി കണ്ടവർക്കറിയാം. 84-ാം മിനിറ്റിന്റെ വിഷം സമനില പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കഴിവ് വേറെ തന്നെ വേണം. അത് നന്നെ ഗ്രൗണ്ട്. അപ്പം പടച്ചോനെ കുതിരത്തുണ്ടെങ്കിൽ അടുത്ത കളിക്ക് വേണം. ഓക്കെ ബൈ.